ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നലെ ഇട്ട വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഹമദ് ഹോസ്പിറ്റലിന്റെ വേക്കൻസി ആയിരുന്നു. അപ്പൊ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വേക്കൻസി ഏതാണെന്ന് നമുക്ക് നോക്കാമേ. ഇന്ന് ആദ്യം യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷന് ഇട്ടിരിക്കുന്ന ഒരു വേക്കൻസിയാണ് കേട്ടോ. അവരൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ഇത് ഹയർ ചെയ്യുന്നത്. പോസ്റ്റിന്റെ പേര് ക്വാളിറ്റി അനലിസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ്, ക്വാളിറ്റി അനലിസ്റ്റിന്റെ. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് അവർ പറയുന്നത് ബാച്ചലർ ഡിഗ്രി ഇൻ റിലവന്റ് ഫീൽഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സ്കിൽസ് അവർ പറയുന്നുണ്ട്. അതായത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ട്രെയിൻ ആൻഡ് എഡ്യൂക്കേറ്റ് സ്റ്റാഫ് ഓൺ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ, അനാലിറ്റിക്കൽ സ്കില്ല്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, നോളജ് ഓഫ് ക്വാളിറ്റി മെത്തഡോളജീസ്. ഇത്രയൊക്കെ കാര്യങ്ങൾ അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ബാച്ചിലർ ഡിഗ്രി, ഇതില് ബാച്ചിലർ ഡിഗ്രിയും എക്സ്പീരിയൻസും ഒക്കെയുള്ള ആൾക്കാര് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേക്കൻസി കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് കമന്റ് ഇടുക, ഞാൻ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ക്വാളിറ്റി അനലിസ്റ്റ്. പിന്നെ ഇന്ന് ഞാനൊരു ഇൻഷുറൻസ് കോർഡിനേറ്ററിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ട് കേട്ടോ. വേക്കൻസി ഇട്ടിരിക്കുന്നത് മെക്ഡാം ഹോൾഡിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഇട്ടിരിക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസിന്റെയാണ് വേക്കൻസി. അപ്പൊ മെഡിക്കൽ കോഡിങ്ങോ ഇൻഷുറൻസിലോ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാര് മെഡ്കാം ഹോൾഡിംഗ് ഗ്രൂപ്പിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് കമന്റ് ഇടുക, ഞാൻ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് കോർഡിനേറ്റർ മെഡ്കാം ഗ്രൂപ്പിന്റെയാണ് കേട്ടോ വേക്കൻസി. അടുത്ത വേക്കൻസി നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ആണ് കേട്ടോ. നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്ലാറ്റിനം മെഡിക്കൽ സെന്ററുകാരാണ്. അപ്പോൾ ഖത്തറിലുള്ള ജോലി നോക്കുന്ന ANMO GNMO ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാര്, UCSP ലൈസൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ജോലി നോക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് പറ്റിയ വേക്കൻസിയാണ്. ഫീമെയിലിനെയാണ് അവർക്ക് വേണ്ടത് കേട്ടോ. നഴ്സിംഗ് അസിസ്റ്റന്റ് ഫീമെയിൽ വിത്ത് ഫാമിലി വിസ അല്ലെങ്കിൽ ഫ്രീലാൻസ് വിസ. ഫാമിലി വിസയിലോ ഫ്രീലാൻസ് വിസയിലോ ഒക്കെയുള്ള ഫീമെയിൽസ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ പ്ലാറ്റിനം മെഡിക്കൽ സെന്ററിനെ കോൺടാക്ട് ചെയ്യുക. അതിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് കമന്റ് അയക്കുക. അവരുടെ വേക്കൻസി പബ്ലിഷ് ചെയ്ത ആഡ് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. നഴ്സിംഗ് അസിസ്റ്റന്റ് ഫീമെയിൽ, പ്ലാറ്റിനം മെഡിക്കൽ സെന്റർ. അടുത്ത വേക്കൻസി പിന്നെ ഫുഡ് ഹൈജീൻ ഓഫീസറിന്റെ ആണ് കേട്ടോ. അപ്പൊ ഒത്തിരി എനിക്ക് തോന്നുന്നു ക്വാളിറ്റി കൺട്രോളറായിട്ടൊക്കെ ജോലി നോക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഫുഡ് ഹൈജീൻ ഓഫീസർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര്. അപ്പോ ഇതില് എന്താണ് ഫുഡ് ഹൈജീന്റെ സർട്ടിഫിക്കറ്റും അതിന്റെ ബാച്ചിലർ ഡിഗ്രിയും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ അറിയാലോ ഏതാണ് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ഫുഡ് സയൻസ്, എൻവയോൺമെന്റൽ ഹെൽത്ത് ഓർ ഹോസ്പിറ്റാലിറ്റി. ഇതാണ് അവർ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ്. എക്സ്പീരിയൻസ് വേണം കേട്ടോ. എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലൊക്കെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്കാരൊക്കെ പിന്നെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു പിന്നെ ഓഫീസിൽ നിന്നാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ഹൈജീൻ ഓഫീസറിന്റെ കേട്ടോ. അപ്പൊ ആരെങ്കിലുമൊക്കെ ഈ പോസ്റ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ്. പിന്നെ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ അവര് ഡോക്ടേഴ്സിന്റെ ഒരുപാട് വേക്കൻസീസ് ഇട്ടിട്ടുണ്ട്. എല്ലാ സ്പെഷ്യാലിറ്റിയിലും ഉണ്ട് കേട്ടോ. ജസീന ഹ്യൂമൻ അവർ ഒരുപാട് ദിവസമായി അത് പോസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ വേക്കൻസി നോക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക കേട്ടോ. ജെറിയാട്രിക്സ്, ക്ലിനിക്കൽ ഇമേജിംഗ്, റേഡിയോളജിസ്റ്റ് ഡോക്ടറിന്റെ ഒക്കെ വേക്കൻസി ഉണ്ട്. പിന്നെ NICU, PICU, എമർജൻസി മെഡിസിൻ, ഓർത്തോപീഡിക്, ട്രോമ സർജറി, ന്യൂറോ സർജറി, ക്രിട്ടിക്കൽ കെയർ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എല്ലാ സ്പെഷ്യാലിറ്റിയിലേക്കും ഡോക്ടേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഹമദ് ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി. അപ്പോൾ ഡോക്ടേഴ്സിന്റെ വേക്കൻസി നോക്കുന്നവരൊക്കെ പിന്നെ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. അവർ ഹയർ ചെയ്യുന്നുണ്ട്.
പിന്നെ ഉള്ളത് ഖത്തറിലേക്ക് ഒരു ഫാർമസിസ്റ്റിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു റീറ്റെയിൽ ഷോപ്പിലേക്കാണ് കേട്ടോ, റീറ്റെയിൽ മെഡിക്കൽ ഷോപ്പിലേക്കാണ്, റീറ്റെയിൽ ഫാർമസിയിലേക്കാണ് അത് ഇട്ടിരിക്കുന്നത്. ഒരു പേഴ്സൺ ആണ്, കമ്പനി അല്ല. ഏത് ഫാർമസിയിലേക്കാണെന്ന് അറിയില്ല, ഒരു പേഴ്സൺ ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു മെയിൽ ഫാർമസിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോൺ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഖത്തറിൽ ഫാർമസിസ്റ്റിന്റെ ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പ്രോമെട്രിക്കും ഡാറ്റ ഫ്ലോയും ഒക്കെ കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസ്, നാട്ടിലെ ബിഫാം കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസും പ്രോമെട്രിക്കും ഡാറ്റ ഫ്ലോയും ഒക്കെ കഴിഞ്ഞിട്ട് ഖത്തറിൽ ജോലി നോക്കുന്ന ആരെങ്കിലും ഫാർമസിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, മെയിലാണ് കേട്ടോ, മെയിൽ ഫാർമസിസ്റ്റിനാണ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതൊരു ഹോസ്പിറ്റലോ ഗ്രൂപ്പോ ഒന്നും അല്ല ഇട്ടിരിക്കുന്നത്, ഒരു പേഴ്സൺ ആണ് ആ വേക്കൻസി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വേക്കൻസി. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ജോലി അന്വേഷിക്കുന്നവർക്ക്. എന്നിട്ട് എല്ലാവരോടും എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.